ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളൊരു കേക്കാണ് റാഫില്ല കേക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കേക്കും റാഫില്ല കേക്ക് തന്നെയാണ്. 1 kg അളവിലാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു കേക്ക് വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് ക്രീം നല്ലതുപോലെ കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം വൈറ്റ് ഗനാഷും ചേർക്കാം. പക്ഷേ എനിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് ഇഷ്ടമായത് മിൽക്ക് മെയ്ഡിൻ്റെ കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കണം. അതുപോലെ വൈറ്റ് ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റാഫില കേക്കിൻ്റെ മെയിൻ ആയിട്ടുള്ളതാണല്ലോ ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അപ്പോൾ നമ്മളത് കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബദാം ആൽമണ്ട് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടെ മിൽക്ക് മെയ്ഡ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കാം. അത്യാവശ്യം ഹെവി റിച്ച് വരുന്ന കേക്ക് തന്നെയാണ്. അങ്ങനെ നമ്മൾ മൊത്തം 3 ലെയറായിട്ടാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ കേക്ക് നല്ലതുപോലെ സെറ്റാക്കിയതിന് എല്ലാ ലെയറും സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് ടൈം ഞാൻ ഫ്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം ഫ്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് ഫൈനലൈസിങ് ചെയ്യാൻ ഒന്നുകൂടെ ഈസി കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഫ്രീസ് ചെയ്തിട്ടാണ് ഫൈനലൈസിങ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡിസൈന് നമ്മൾ ചെയ്തിട്ടുള്ള ഡിസൈൻ തന്നെ കേട്ടോ. പിന്നെ ഓരോ തവണ നമ്മളിങ്ങനെ മാറ്റി ചെയ്യാറുണ്ട്. പക്ഷേ ഫ്രണ്ടിന് പിക്ക് അയച്ചെടുത്തപ്പോൾ അവൾ ചെയ്തൊരു പിക്ക് തന്നെയാണ് അവൾ സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കേക്ക് സെലക്ട് ആക്കി കൊടുക്കാം. അപ്പോൾ കേക്ക് നല്ലതുപോലെ ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം കേക്ക് ഫുള്ളായിട്ട് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊണ്ട് കവർ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ കുറച്ച് ആൽമണ്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഉരുണ്ട് വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റാഫില്ല മിഠായി ഉണ്ടല്ലോ, അത് ഒരു പാക്കറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റിൽ 3 എണ്ണം വരും. അപ്പോൾ 2 എണ്ണം നമ്മൾ ഇതുപോലെ മുറിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 2 എണ്ണം അതുപോലെ കൊടുത്തു. പിന്നെ കുറച്ച് ആൽമണ്ട് കൂടെ കൊടുത്തു. പിന്നെ കേക്കിൻ്റെ അടിവശത്തായിട്ടൊരു റിബൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയ ടോപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട് പേര് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ള കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായി.